ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കാൻ പോകുന്നത് ട്രാഫിക് ലൈറ്റ് പ്രോബ്ലത്തിനെ പറ്റിയാണ്. ഈ ട്രാഫിക് ലൈറ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു സ്റ്റിമുലേറ്റ് ട്രാഫിക് ലൈറ്റ്. എങ്ങനെയാണ് ട്രാഫിക് ലൈറ്റ് ചെയ്യുന്നത്? നമ്മൾ 3 ലൈറ്റ് ചൂസ് ചെയ്യാം. റെഡ്, യെല്ലോ, ഗ്രീൻ എന്ന് പറയുന്ന 3 ലൈറ്റ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, യെല്ലോ ആണ്, ഓറഞ്ച് അല്ല, യെല്ലോ. എന്നിട്ട് അത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? ഒരു റേഡിയോ ബട്ടൺ ഉണ്ട്. റേഡിയോ ബട്ടൺ ചൂസ് ചെയ്യുമ്പോൾ ദ ലൈറ്റ് ഈസ് ടേൺഡ് ഓൺ. ഓൺലി 1 ലൈറ്റ് ക്യാൻ ബി ഓൺ അറ്റ് എ ടൈം. അപ്പോൾ ഒരു റേഡിയോ ബട്ടൺ നമ്മുടെ കയ്യിലുണ്ട്. റെഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, യെല്ലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, ദെൻ ഗ്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ 3 ലൈറ്റ് ഉണ്ട്. 3 ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ റെഡ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? റെഡ് മാത്രമേ കത്തത്തുള്ളൂ. ഓക്കെ, റെഡ് മാത്രം കത്തും. ഇനി യെല്ലോ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ യെല്ലോ മാത്രം കത്തണം. ഗ്രീൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ മാത്രം കത്തണം. ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് സ്വിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്വിംഗ് പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ജെ ഫ്രെയിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ അടുത്തത് ജെ പാനലിനെ പറ്റി അറിഞ്ഞിരിക്കണം. ജെ പാനൽ. ആക്ഷൻ ലിസ്ണറിനെ പറ്റി അറിഞ്ഞിരിക്കണം. ആക്ഷൻ ലിസ്ണർ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇത്രയും കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആക്ഷൻ ലിസ്ണറിനെയും ജെ പാനലിനെയും ജെ ഫ്രെയിമിനെയൊക്കെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് വന്ന് കാണുക. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിനെ നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് ടെസ്റ്റ് പബ്ലിക് സ്റ്റാറ്റിക് void main string August. Then ഇതിനകത്ത് ഞാനൊരു ജെ ഫ്രെയിം എടുക്കുന്നു. ജെ ഫ്രെയിം ഒബ്ജക്റ്റ് ഞാൻ എടുക്കും. സേ എഫ് ഇസ് ഈക്വൽ ടു ന്യൂ ജെ ഫ്രെയിം. അപ്പൊ ജെ ഫ്രെയിം എന്ന് പറയുന്നത് സ്വിങ്ങിന്റെ ഒരു കാര്യമാണ്, ഒരു ഫ്രെയിമാണ് എനിക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ എനിക്കൊരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. javax.swing.star. അപ്പോൾ അത് ഫുൾ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജെ ഫ്രെയിം കിട്ടി. അതിൻ്റെ വിസിബിലിറ്റി ഞാൻ എന്ത് ചെയ്തു? ട്രൂ ആക്കി സെറ്റ് ചെയ്തു. സെറ്റ് വിസിബിൾ ട്രൂ ആക്കി സെറ്റ് ചെയ്തു. ആ ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഞാൻ 640 × 480 ആണ്. 640, അതായത് ഇങ്ങോട്ട് 640 ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത്, വിഡ്ത്ത് എന്ന് പറയുന്നത് 640, ഹൈറ്റ് എന്ന് പറയുന്നത് 480 ആയിട്ട് ഉള്ളൊരു ഫ്രെയിം ഞാൻ എടുത്തു. ദെൻ അതിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത് ഞാനൊന്നും ലേ ഔട്ട് സെറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നള്ളായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നു. ഒരു ലേ ഔട്ട് ഞാൻ ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റൺ ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ആദ്യം ഒരു ഫ്രെയിം ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഫ്രെയിം കാണുന്നുണ്ടോ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സെറ്റ് സൈസ് എന്നാണ് ഇവിടെ. സെറ്റ് സൈസ്, സെറ്റ് എന്ന് മാത്രമല്ല സെറ്റ് സൈസ് ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഞാനൊന്ന് റൺ ചെയ്യാണ്. ഓക്കെ, കുഴപ്പമില്ല, റൺ ആവുന്നുണ്ട്. ഞാൻ കമ്പൈൽ ആവുന്നുണ്ട്, റൺ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രെയിം. ഓക്കെ, 640 480 ഉള്ള ഒരു ഫ്രെയിമിനെ കിട്ടി. ശരി, ഞാൻ ഈ ഫ്രെയിമിലേക്ക് ഞാനൊരു പാനലിനെ ആഡ് ചെയ്യാണ്. ആ പാനലിൻ്റെ ക്ലാസിൻ്റെ പേര് ട്രാഫിക് ലൈറ്റ് എന്നാണ് പേര്. വിച്ച് എക്സ്റ്റെൻസ് ജെ പാനൽ. സോ ഇതെന്ന് പറയുന്നത് ട്രാഫിക് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാനലാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ട്രാഫിക് ലൈറ്റ് കൺസ്ട്രക്ടർ ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് അതിൻ്റെ ബൗൺസ് മാത്രം ഒന്ന് സെറ്റ് ചെയ്യും. ഒരു എന്താണ് ഈ ബൗൺസ് എന്ന് പറയുമ്പോൾ ഫ്രെയിമിൻ്റെ അതേ സൈസിലുള്ള ഒരു
പാനലാണ് ഞാൻ എടുക്കുന്നത്. ഫ്രെയിമിൻ്റെ അതേ സൈസിലുള്ള ഒരു പാനൽ. അപ്പോൾ പാനൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഫ്രെയിമിൻ്റെ അതേ സൈസിലുള്ള ഒരു പാനലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എടുത്തു. ദെൻ ഇനി എന്ത് ചെയ്യണം? ആ ഫ്രെയിമിലേക്ക് ഞാൻ ആ പാനലിനെ ആഡ് ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ടി ഈസ് ഈക്വൽ ടു ന്യൂ ട്രാഫിക് ലൈറ്റ്, ദെൻ എഫ് ഡോട്ട് ആഡ് ടി. ഞാൻ ഫ്രെയിമിലേക്ക് ഞാൻ ആരെ ആഡ് ചെയ്തു? ആ പാനലിനെ ആഡ് ചെയ്തു. നമുക്ക് ഔട്ട്പുട്ടിൽ വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല, സെയിം ഔട്ട്പുട്ടൊക്കെ തന്നെയായിരിക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. പഴയ ഔട്ട്പുട്ട് പോലെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ വലിയ ഔട്ട്പുട്ടൊന്നുമില്ല. നമ്മൾ കളറൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 റേഡിയോ ബട്ടൺ എടുക്കും. സോ പ്രൈവറ്റ് ജെ റേഡിയോ ബട്ടൺ R1 എന്ന് പറഞ്ഞൊരു കാര്യം എടുക്കുന്നു. അങ്ങനെ 3 എണ്ണം. സോ R1, R2, R3, R1, R2, R3. എന്നിട്ട് ഞാൻ R1 എന്ന് പറയുന്നത് R1 is equal to അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ജെ റേഡിയോ ബട്ടൺ ഓഫ് റെഡ്. സിമിലർലി ഞാൻ R2ഉം R3ഉം ഞാൻ ചെയ്യാണ്. ഒന്ന് യെല്ലോ, ദെൻ ഒരെണ്ണം എന്ന് പറയുന്നത് ഗ്രീൻ. ഓക്കെ, അപ്പോൾ 3 എണ്ണം ആയി. ആ 3 എണ്ണം ഞാൻ കോണ്ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് R1, ആഡ് R2, ആഡ് R3. ഓക്കെ, നമുക്ക് ആ റേഡിയോ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാം. ഇപ്പോൾ റേഡിയോ ബട്ടൺ കണ്ടു. ഇപ്പോൾ റെഡ്, യെല്ലോ, ഗ്രീൻ എന്ന് പറയുന്ന റേഡിയോ ബട്ടൺ എനിക്ക് കാണാൻ പറ്റി. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാൻ റെഡ് സെലക്ട് ചെയ്തു, യെല്ലോ സെലക്ട് ചെയ്തു, ഗ്രീൻ സെലക്ട് ചെയ്തു. 3ഉം എനിക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അറ്റ് എ ടൈം എനിക്ക് ഇത് 3ഉം ഒരു കളറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ട്രാഫിക് ലൈറ്റിന്റെ കളറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 3ഉം ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ 3 റേഡിയോ ബട്ടണും ഒരാളുടെ കീഴിലാണ് വരുന്നത് എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ഒരു ബട്ടൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ബട്ടൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ GP is equal to ന്യൂ ബട്ടൺ ഗ്രൂപ്പ്. എന്നിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ ആരെയൊക്കെ ആഡ് ചെയ്തു? R1നെയും R2നെയും R3നെയും ആഡ് ചെയ്തു. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റെഡ് ഞാൻ സെലക്ട് ചെയ്തു, യെല്ലോ സെലക്ട് ചെയ്തപ്പോൾ റെഡിലെ സെലക്ഷൻ മാറി, ഗ്രീൻ സെലക്ട് ചെയ്തു, അപ്പോൾ യെല്ലോയുടെ സെലക്ഷൻ മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ശരി, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അറ്റ് എ ടൈം ഇപ്പോൾ ഒരെണ്ണമേ സെലക്ട് ആവുന്നുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ട് എനിക്ക് റെഡ് സെലക്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ, അതിനുവേണ്ടി R1 ഡോട്ട് സെറ്റ് സെലക്റ്റഡ് എന്ന് പറയുന്നത് ഞാൻ എന്താക്കി മാറ്റി? ട്രൂ ആക്കി മാറ്റി. അപ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? തുടങ്ങുമ്പോൾ R1 സെലക്റ്റഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെലക്ട് ചെയ്ത് വരും. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് വരാൻ വേണ്ടിയാണ്. നമുക്ക് അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ R1 ഇപ്പോൾ റെഡ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ റെഡ് സെലക്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് 3 ഓവൽ വരയ്ക്കാം. ഓക്കെ, 3 ഓവൽ വരയ്ക്കാം. 3 ഓവൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? OID പെയിന്റ് കമ്പോണന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെയിന്റ് കമ്പോണന്റ് ഗ്രാഫിക്സ് G. ഓക്കെ, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ JPanel-നകത്തുള്ള ഒരു ഫംഗ്ഷനാണ് പെയിന്റ് കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്രാഫിക്സ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് java.awt എന്നുള്ള പാക്കേജ് ഇമ്പോർട്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? 3 ഓവൽ വരയ്ക്കുക. ഡ്രോ ഓവൽ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഓവൽ വരയ്ക്കാൻ വേണ്ടി, സർക്കിൾ വരയ്ക്കാൻ വേണ്ടി. ഓക്കെ, ഞാനാണെങ്കിൽ 10
സേ 50, അതായത് എക്സ് കോർഡിനേറ്റ് 10ഉം വൈ കോർഡിനേറ്റ് 50 ആയിട്ടുള്ള ഒരു വിഡ്ത്തും ഹൈറ്റും ഞാൻ ഇനി പറയണം. സേ രണ്ടും ഞാൻ 50-50 ആയിട്ട് കൊടുത്തു. അത്ര ആയിട്ടുള്ള ഒരു ഓവൽ വരച്ചു. ഞാൻ അങ്ങനെ 3 ഓവൽ വരയ്ക്കും. നമുക്ക് എന്താണ് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നെങ്കിൽ നമുക്ക് മാറ്റാം. ഇപ്പം ഞാൻ 170 വൈ എക്സ് ആക്സിസ് നമുക്ക് 50 തൊട്ട് തുടങ്ങാം. 10 വെച്ച് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. 10. അപ്പോൾ ഇവിടെ ഞാൻ മാറ്റിയിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? വൈ കോർഡിനേറ്റ് മാത്രമേ താഴെ താഴെ വരാൻ വേണ്ടിയുള്ളൂ. 50, 110, 170. അപ്പം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. ഓക്കെ, കമ്പൈൽ ചെയ്തില്ലായിരുന്നു. ഓക്കെ, നമുക്ക് ഒരു ലെഫ്റ്റിലേക്കായി പോയി. അത് കാരണം ഞാനൊന്ന് റൈറ്റിലേക്ക് അത് മാറ്റുകയാണ്. കുറച്ചും കൂടെ നമുക്ക് 50 തന്നെ ആക്കാം. 50. ഓക്കെ, എന്തോ ഒരു ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത്രയും മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നീക്കാം. ഞാൻ ഇത്രയും വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നൗ ഞാൻ എന്ത് ചെയ്യാണ്? 3 കളർ കമ്പോണന്റ് എടുക്കുകയാണ്. ഓക്കെ, പ്രൈവറ്റ് കളർ, റെഡിന്റെ കളർ, 3 റേഡിയോ ബട്ടന് വേണ്ടിയിട്ടുള്ള കളറാണ്. ഗ്രീൻ കളർ, ദെൻ കളർ എന്താണ് യെല്ലോ കളർ, യെല്ലോ അണ്ടർസ്കോർ കളർ. ഇത് ഇനിഷ്യൽ കേസ് നമുക്കൊന്ന് നോക്കാം. ഇനിഷ്യൽ കേസ് റെഡ് അല്ലേ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെഡ് കളർ എന്ന് പറയുന്നത് റെഡ് അണ്ടർസ്കോർ സി എന്ന് പറയുന്നത് എന്താക്കി മാറ്റുക? കളർ ഡോട്ട് റെഡ് ആക്കി മാറ്റുക. എന്നിട്ട് യെല്ലോ അണ്ടർസ്കോർ കളർ, അതായത് 3 ഫിഗർ ഉണ്ട്. യെല്ലോയുടെ കളറ്, യെല്ലോ ട്രാഫിക് ലൈറ്റിന്റെ കളറ്. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? റെഡ് മാത്രം കളർ ചെയ്തിട്ട് ബാക്കിയൊന്നും കളർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണോ ബാക്ക്ഗ്രൗണ്ട് കളർ, ഗെറ്റ് ബാക്ക്ഗ്രൗണ്ട്, ആ കളർ എന്താണോ അത് യെല്ലോയ്ക്ക് കൊടുക്കുന്നു. അതേപോലെ ഗ്രീൻ കളറും ഞാൻ എന്ത് ചെയ്യുന്നു? ബാക്ക്ഗ്രൗണ്ടിന്റെ അതേ കളർ തന്നെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് 3 കളർ കിട്ടി. റെഡ് കളർ കിട്ടി, യെല്ലോ കളർ കിട്ടി, ഗ്രീൻ കളർ കിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഓവൽസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ആദ്യം എന്ത് ചെയ്യുന്നു? ഗെറ്റ് കളർ റെഡ് കളറായിട്ട് സെറ്റ് ചെയ്യുന്നു. റെഡ് കളർ ഇപ്പോൾ എന്താണോ കളർ ഉള്ളത് അത് ഓവലിന്റെ കളറായിട്ട് മാറും. ഫസ്റ്റ് ഓവലിന്റെ കളറായിട്ട് മാറും. ഡ്രോ ഫിൽ ഓവൽ, ഞാൻ ഫസ്റ്റ് ഓവലിന്റെ കളർ കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഓവലിന്റെ കോർഡിനേറ്റ്സ് ആണ് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് കളർ ഇതിനകത്ത് ഇപ്പോൾ എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് ഫില്ല് ചെയ്യും. ദെൻ അടുത്തത് ഞാൻ ഇതേ കാര്യം തന്നെ വീണ്ടും ചെയ്യാണ്. അടുത്തത് ഞാൻ എന്ത് ചെയ്യുന്നു? യെല്ലോ കളർ പാസ് ചെയ്യുന്നു. എന്നിട്ട് അത് രണ്ടാമത്തെ ഓവലിന്റെ കളറായിട്ട് ചെയ്യും. 110. ദെൻ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളർ എന്താണോ അത് ഞാൻ മൂന്നാമത്തെ ഫിഗറിൽ ഫില്ല് ചെയ്യും. മൂന്നാമത്തെ ഓവലിൽ ഫില്ല് ചെയ്യും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇനിഷ്യൽ കേസിനകത്ത് ഇപ്പൊ ആരാണ് ചെയ്തിരിക്കുന്നത്? റെഡ് ആണ് കളർ വന്നിരിക്കുന്നത്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ അതായിരിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെയായിരിക്കും ഇതിനകത്ത് വരുന്നത്. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് കളറിൽ തന്നെയായിരിക്കും കാണുന്നത്. ഇപ്പൊ റെഡിന് മാത്രമേ എന്ത് കളറുള്ളൂ? റെഡ് കളറുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓവലിന് മാത്രം എന്ത് വരും? റെഡ് കളർ വരും. ബാക്കി എല്ലാ 2 ഓവൽസിനും ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ അത് തന്നെയായിരിക്കും വരുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നോക്കി, ഫസ്റ്റ് റെഡ് കളർ ചൂസ് ചെയ്യപ്പോൾ
ഡിഫോൾട്ടായിട്ട് റെഡ് കളറാണ്. അപ്പോൾ ഇനിഷ്യൽ കേസിൽ റെഡ് കളർ, ബാക്കി രണ്ട് കളറും ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ എന്താണോ ആ കളറാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണ് എനിക്ക് വേണ്ടത്? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്ററിനെ ഞാൻ കൊണ്ടുവന്നു. അതായത് ഞാൻ ഇനി ആരെ മാറ്റുമ്പോൾ, റേഡിയോ ബട്ടണെ മാറ്റുമ്പോൾ എനിക്ക് കളർ മാറണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ആക്ഷൻ ലിസ്റ്ററിനെ കൊണ്ടുവന്നു. ആഡ് ആക്ഷൻ ലിസ്റ്റർ R1 ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്റ്റർ. അതായത് R1ന്റെ വാല്യൂ വലുതും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണം. R2ന്റെ വാല്യൂ വലുതും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലിസൺ ചെയ്യണം. അതേപോലെ R3യുടെ വാല്യൂ മാറുകയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്താണ്, ഓയിഡ് ആക്ഷൻ പെർഫോം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറൊരു ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ഷൻ പെർഫോംഡ് ആക്ഷൻ ഇവന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുക. ഇവിടെ വെച്ച് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ R1 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഈ സെലക്റ്റഡ് R1 ആണെങ്കിൽ, നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് R1 ആണെങ്കിൽ എന്തായിരിക്കും കളർ സെറ്റ് ചെയ്യുന്നത്? റെഡ് കളറിന്റെ കളർ എന്തായിട്ട് സെറ്റ് ചെയ്യുക? റെഡ് ആയിട്ട് സെറ്റ് ചെയ്യുക. ബാക്കിയുള്ളതിന്റെ കളർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് സെറ്റ് ചെയ്യുക. സോ യെല്ലോ എന്ന് പറയുന്നത് എന്തായിട്ട് സെറ്റ് ചെയ്യുക? ഗെറ്റ് ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ ഗ്രീൻ കളർ എന്തായിട്ട് സെറ്റ് ചെയ്യുക? ഗെറ്റ് ബാക്ക്ഗ്രൗണ്ട്. നൗ ഇതിന്റെ അടുത്ത കേസ് എന്താണ്? എൽസ് ഇഫ് R2 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, R2 ആണെങ്കിൽ യെല്ലോ ആണ് എനിക്ക് വരേണ്ടത്. അപ്പോൾ യെല്ലോ കളറിന്റെ അവിടെ കളർ ഡോട്ട് യെല്ലോ ആക്കുക. റെഡ് കളർ എന്താക്കി സെറ്റ് ചെയ്യുക? ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ എന്താണോ അതാക്കി സെറ്റ് ചെയ്യുക. ഇനി ഒരു കേസും കൂടെ ഉണ്ട്, എന്താണ്? എൽസ് ഇഫ് ഞാൻ R3 ആണ് സെലക്ട് ചെയ്തതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രീൻ കളർ ഞാൻ എന്ത് ചെയ്യുക? കളർ ഡോട്ട് ഗ്രീൻ ആക്കുക. യെല്ലോ എന്ന് പറയുന്നതും റെഡ് എന്ന് പറയുന്നതും ബാക്ക്ഗ്രൗണ്ട് കളർ ആക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആ കാര്യത്തിനകത്ത് ചെയ്തത്. ഇത്രയും ചെയ്തതിന് ശേഷം ഒന്നും കൂടെ പെയിന്റ് കമ്പോണന്റ് വിളിക്കാൻ പറയും. സോ അതിനെയാണ് റീപെയിന്റ്. അപ്പോൾ വീണ്ടും ഈ ഒരു പെയിന്റ് ഫംഗ്ഷൻ വിളിക്കും. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഇത്രയാണ് ഈ പ്രോഗ്രാം ഉള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ടോ. എന്താണ്, ആക്ഷൻ ഇവന്റ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. സോ ആക്ഷൻ ഇവന്റ് ഇരിക്കുന്ന പാക്കേജ് എന്ന് പറയുന്നത് java.awt.event.start എന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ശരി, നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. Now we are going to run. അപ്പോൾ എനിക്ക് റെഡ് കളർ ഞാൻ ചൂസ് ചെയ്തു. റെഡ് കളർ ചൂസ് ചെയ്തപ്പോൾ റെഡ് വന്നു. ഇനി ഞാൻ യെല്ലോ ചൂസ് ചെയ്യണമെങ്കിൽ യെല്ലോ കളറായി, ഗ്രീൻ ചൂസ് ചെയ്യുമ്പോൾ ഗ്രീൻ കളറായി, റെഡ് വീണ്ടും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ആവും. ഒരു ചെറിയൊരു എറർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ യെല്ലോ വരുമ്പോൾ ഇവിടെ യെല്ലോ വരുന്നു, ഗ്രീൻ വരുമ്പോൾ ഗ്രീൻ വരുന്നു, റെഡ് വരുമ്പോൾ വീണ്ടും ഗ്രീൻ വരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പെയിന്റ് കമ്പോണന്റിന്റെ അകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ സൂപ്പർ ഡോട്ട് പെയിന്റ് കമ്പോണന്റ് വിളിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫ്രെയിം റീഫ്രഷ് ആവുന്നതിൽ ഇഷ്യൂസ് വരും. അപ്പോൾ സൂപ്പർ ഡോട്ട് പെയിന്റ് കമ്പോണന്റ് ഓഫ് ജി, അതായത് സൂപ്പർ എന്ന് പറയുന്ന ആരാണ്? ജെ പാനലിന്റെ എന്ത് ചെയ്യുക? ഫ്രെയിം കമ്പോണന്റ് ആദ്യം വിളിച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലത്തെ എറർ കാണാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഷ്യൂസ് മാറി കിട്ടും. റെഡ് യെല്ലോ കണ്ടോ? ഇപ്പോൾ അതില്ല. ഗ്രീൻ റെഡ് യെല്ലോ ഗ്രീൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം.